ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 62 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിന ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ഭവം വാചം ശ്രുത്വാ ബഹുമതിയുദാസ്തേ അവിപ്പശുഭാം ദ്വിജേന്ദ്രാനർച്ചന്തോ ബലിം അദദൂരുച്ചൈഷിതിഭൃതേം വിധൂപ്രാദിക്ഷിണ്യം സുവൃഷമനമൻ ആദരയുദാഹ ത്വം ആദാശൈലാത്മാ ബലിമഖിലം ആഭീരപൂരത. അന്വയം അർത്ഥം. തേ പശുവാഭി ഗോവന്മാർക്കും ഭവദ്വാജം അങ്ങയുടെ വാക്ക് ശ്രുത്വ കേട്ടിട്ട് ബഹുമതിയുത ബഹുമാനത്തോടു കൂടിയവരായി ദ്വിജേന്ദ്രാൻ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ അർച്ചന്ത അർച്ചിക്കുന്നവരായി ക്ഷിതിവൃതേ പർവ്വതത്തിനായിക്കൊണ്ട് ഉച്ചൈ വലുതായ ബലിങ് പൂജ അതതു നൽകി സുദൃശം ഏറ്റവും ആദരയുദാഹ ആദരവോടുകൂടി അനമൻ നമസ്കരിച്ച് പ്രാദക്ഷിണ്യം പ്രദക്ഷിണം വിധു ചെയ്തു ത്വം അങ്ങേ ശൈലാത്മാ പർവ്വതാകാരമായി ഭവിച്ചു ആഭീരപൂരൻ ഗോപന്മാരുടെ മുമ്പിൽ അഖിലം എല്ലാം ബലിങ് പൂജയും ആദഹ ഭക്ഷിച്ചു. ഹരി ഓം. സാരം: ഭഗവാന്റെ വാക്കനുസരിച്ച് ഗോപന്മാർ ബ്രാഹ്മണരെയും പർവ്വതത്തെയും പൂജിച്ചു. ഭഗവാൻ പർവ്വതാത്മാവായിരുന്നു കൊണ്ട് അവർ കാൺകെ തന്നെ ബലി ഭുജിച്ചു. ഹരി ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. അഭോജൈവം താൻ കിമികവദിതമേ നിഗദിതം ഗിരീന്ദ്രോ നന്യേഷു സ്വബലിം ഉപപുങ്കദേ സ്വവപുഷാം അയം ഗോത്രോ ഗോത്ര ദിശിജ കുപിതേ രക്ഷിതുമലം സമസ്താനിത്യുക്ത്വാ ജഗുഷൂർ അഖില ഗോകുലാജുഷക. അന്വയം അർത്ഥം. ഏവം ഇപ്രകാരം താൻ അവരോട് അവോചാച്ച ഭഗവാൻ പറയുകയും ചെയ്തു. മേ എന്നാൽ നിഗദിതം പറയപ്പെട്ടത് ഇഹ ഇവിടെ വിദദം കിം കള്ളമാണോ യേശ ഈ ഗിരീന്ദ്രഹ പർവ്വതരാജൻ സ്വവപുഷ സ്വന്തം രൂപത്തോടുകൂടി സ്വബലിങ് തനിക്ക് നൽകിയ ബലി ഉപഭുക്ത നനു ഭക്ഷിക്കുന്നുണ്ടല്ലോ. അയം ഈ ഗോത്ര പർവ്വതം ഗോത്രദിഷി ഇന്ദ്രൻ കുപിതേച്ച കോപിച്ചാലും സമസ്താൻ നമ്മയെല്ലാം രക്ഷിതം അലം രക്ഷിക്കാൻ ശക്തനാണ്. ഇത് ഇപ്രകാരം ഉക്ത പറയപ്പെട്ട ഗോകുലജുഷ ഗോപാലന്മാർ അഖില എല്ലാവരും ജഗൃഷു സന്തോഷിച്ചു. ഹരിവും. സാരം: പർവ്വതത്തിനാണ് ബലി അർപ്പിക്കേണ്ടതെന്ന് താൻ പറഞ്ഞത് സത്യമായില്ലേ? ഈ പർവ്വതം ഇന്ദ്രൻ കോപിച്ചാലും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് എന്ന് ഭഗവാൻ ഗോപന്മാരോട് പറഞ്ഞു. ഹരിവും.